കേരളത്തിൻ്റെ അതേ സാഹചര്യങ്ങളിലൂടെയാണ് തമിഴ്നാടും കടന്നു പോകുന്നത്. തമിഴ്നാട് സർക്കാരും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലേക്ക് പോവുകയാണ്. തമിഴ്നാട് നിയമസഭയിലും ഇന്ന് നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ RN രവിയും ഇത്തവണ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ദേശീയഗാനം വീണ്ടും അപമാനിക്കപ്പെട്ടുവെന്നും മൈക്ക് ആവർത്തിച്ച് ഓഫാക്കി ഗവർണറെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നുമാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചതിൻ്റെ കാരണമായി ലോക് ഭവൻ വിശദീകരിക്കുന്നത്. പ്രസംഗത്തിൽ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണെന്നും ലോക് ഭവൻ വ്യക്തമാക്കുന്നു. അതേസമയം ഗവർണറുടെ നടപടി നിയമസഭയോടുള്ള അവഹേളനമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിമർശിക്കുന്നു. നയപ്രഖ്യാപനം വായിച്ചതായുള്ള പ്രമേയം സഭ പാസാക്കി. രാകേഷ് ചേരുന്നു. രാകേഷ്, സമാനമായി കേരളത്തിന് സമാനമായ കാഴ്ചകൾ തന്നെ തമിഴ്നാട്ടിലും ആവർത്തിക്കുന്നു. രണ്ട് സംസ്ഥാനങ്ങളും BJPയെ എതിർക്കുന്ന സ്റ്റേറ്റുകളാണ്, ഇലക്ഷനിലേക്ക് പോവുകയും ചെയ്യുകയാണ്. എന്താണ് തമിഴ്നാട് നിയമസഭയിൽ സംഭവിച്ചത്? സജിത്ത്, നാടകീയ രംഗങ്ങൾക്കാണ് തമിഴ്നാട് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇത്തവണ ഗവർണറുടെ നിലപാട് എന്തായിരിക്കും നയപ്രഖ്യാപനത്തിനെന്ന ആകാംക്ഷ പൊതുവെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 തവണയും നയപ്രഖ്യാപനം വായിക്കാൻ ഗവർണർ RN രവി തയ്യാറായിരുന്നില്ല. അന്ന് ദേശീയ ഗാനത്തെ അവഹേളിച്ചു എന്ന കാരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇത്തവണയും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. തമിഴ് ഗാനം മാത്രമാണ് പാടിയത്, ദേശീയ ഗാനം പാടിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നയപ്രഖ്യാപനം വായിക്കാതെ ഗവർണർ RN രവി ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷം ലോക് ഭവൻ ഒരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഗവർണർ നയപ്രഖ്യാപനം വായിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ 13 കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് ലോക് ഭവൻ. അതിൽ ആദ്യത്തെ കാരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്, ഒന്ന്, ഗവർണറെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹം സംസാരിക്കുന്നത് പലപ്പോഴായി മൈക്ക് ഓഫ് ചെയ്ത് തടസ്സപ്പെടുത്തി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുന്നത്, പ്രസംഗത്തിൽ പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്, മാത്രവുമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും അവഗണിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഈ ലോക് ഭവൻ പുറത്തിറക്കിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രവുമല്ല 12 ലക്ഷം കോടിയുടെ വൻ നിക്ഷേപം വന്നു എന്ന അവകാശവാദം അത് പൊള്ളയാണ് എന്നുകൂടി ലോക് ഭവന്റെ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോക് ഭവൻ അവരുടെ വാർത്താക്കുറിപ്പിൽ. അതായത് സ്ത്രീ സുരക്ഷാ പ്രശ്നം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മയക്കുമരുന്നിന്റെ വ്യാപനം തടയാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 13ാമത്തെ കാരണമായി പറയുന്നത് ദേശീയ ഗാനം വീണ്ടും അപമാനിക്കപ്പെടുകയും ഭരണഘടനയുടെ കടമ അത് അവഗണിക്കപ്പെട്ടു എന്ന കാരണം കൂടി നിരത്തിയാണ് ഇപ്പോൾ RN രവി എന്തുകൊണ്ട് സഭയിൽ നയപ്രഖ്യാപനം നടത്തിയില്ല എന്ന് വിശദീകരിക്കുന്നത്. ഏതായാലും ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. മാത്രവുമല്ല നിയമസഭ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നയപ്രഖ്യാപനം വായിച്ചതായുള്ള പ്രമേയമാണിപ്പോൾ തമിഴ്നാട് നിയമസഭ പാസാക്കിയിരിക്കുന്നത്. സജിത്ത്, നാടകീയ നിമിഷങ്ങൾ, നാടകീയ രംഗങ്ങൾ തന്നെ തമിഴ്നാട് നിയമസഭയിലും സംഭവിച്ചിരിക്കുന്നു. കേരളത്തിന് സമാനമായ അവസ്ഥ തന്നെയാണ്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റുമുട്ടൽ കേരളത്തിന് സമാനമായി തന്നെ അവിടെയും സംഭവിക്കുന്നു എന്നതാണ് സാഹചര്യം. കേരളത്തെക്കാൾ ഒരു പടി കടന്ന് ഗവർണർ സർക്കാർ പോര് നിലനിൽക്കുന്ന സ്ഥലമാണ് തമിഴ്നാട് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ടുകൂടി ഈ പോരിന് ശക്തി കൂടുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.